100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. കർഷകരുടെ ജല്ലി ചലോ മാർച്ച് ഇന്ന് മുതൽ. മാർച്ച് രാവിലെ 11 മുതൽ പഞ്ചാബിൽ നിന്ന് കൂടുതൽ കർഷകർ അതിർത്തിയിലേക്ക്. കർശന നിയന്ത്രണങ്ങളുമായി പോലീസ്. ശംഭു അതിർത്തിയിലേക്കുള്ള JCBകളുടെ നീക്കം തടയാൻ നിർദ്ദേശവുമായി പഞ്ചാബ് DGP. ഹരിയാനയിൽ കർഷകർ കസ്റ്റഡിയിൽ. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം അവസാനിച്ചു. 9 മണിക്കൂർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയുള്ള സമരം അവസാനിച്ചത് അർദ്ധരാത്രിയോടെ. മാർക്ക് ദാനം അന്വേഷിക്കാൻ യൂണിവേഴ്സിറ്റി സമിതി വരും. പ്രതികാര നടപടി ഉണ്ടാവില്ലെന്ന് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകി ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ. സംസ്ഥാനത്ത് പൊതുതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ CPIM ഇന്ന് അന്തിമ തീരുമാനമെടുക്കും. രാവിലെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യും. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം 27-ന്. 3ാം സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലേക്ക് വെച്ച് മുസ്ലിം ലീഗ്. ഇക്കാര്യം പരിഗണിക്കാമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകിയതായി വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് വേണമെന്ന ആവശ്യം ലീഗ് അണികൾക്കിടയിൽ ശക്തം. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ മത്സരത്തിനൊരുങ്ങി LDF. സ്വതന്ത്രർ ഉൾപ്പെടെ 3 പേരുകൾ ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറി. UDFന് വേണ്ടി മണ്ഡലം നിലനിർത്താൻ ഹൈബി ഈഡൻ MP തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ കാണാതായതിൽ ദുരൂഹത തുടരുന്നു. കുട്ടി കൊച്ചുവേളിയിലെ പൊന്തക്കാട്ടിൽ എത്തിയതിന്റെ കാരണം കണ്ടെത്താൻ കഴിയാതെ പോലീസ്. കുട്ടിയെ ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് വയനാട്ടിലെത്തും. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കും. നാളെ രാവിലെ കളക്ടറേറ്റിൽ ഉന്നതതല യോഗത്തിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. വയനാട് മാനന്തവാടിയിലിറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്ന കർണാടകയിലും ഭീതി പടർത്തുന്നു. ബൈരക്കുപ്പ മച്ചൂർ പ്രദേശങ്ങളിലെ ജനങ്ങൾ ആശങ്കയിൽ. ജനവാസ മേഖലയോട് ചേർന്ന ഭാഗങ്ങളിൽ ആനയെ കണ്ടതായി പ്രദേശവാസികൾ. ആനയെ തുരത്താൻ കർണാടക വനംവകുപ്പും കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് ആരോപണം. കുറുമ്പാച്ചി മലയിൽ അകപ്പെട്ട ബാബുവിന്റെ മാതാവും സഹോദരനും ട്രെയിൻ തട്ടി മരിച്ചു. ചെറാട് വാടകയ്ക്ക് താമസിക്കുന്ന മലമ്പുഴ സ്വദേശികളായ റഷീദ, മകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയാണെന്ന് പ്രാഥമിക നിഗമനം. വൈദ്യുതി കുടിശ്ശിക അടക്കാത്തതിനെ തുടർന്ന് എറണാകുളം കലക്ടറേറ്റിൽ ഫ്യൂസ് ഊരിയ KSEB നടപടിയിൽ പരിഹാരം കണ്ട് ജില്ലാ കളക്ടർ KSEB ചെയർമാനുമായി സംസാരിച്ചു. വൈദ്യുതി ഇന്ന് പുനഃസ്ഥാപിക്കുമെന്നാണ് ലഭിച്ച ഉറപ്പ്. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാട്ടുതീ വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായ സ്ഥാപന ഉടമ KD പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നും ചോദ്യം ചെയ്യും. വ്യവസായി വിജേഷ് പിള്ളയോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടു. രാവിലെ 9:30 കൊച്ചിയിലെ ED ഓഫീസിൽ എത്താനാണ് നിർദ്ദേശം. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനുമതിയില്ലാതെ പരിശോധിച്ചതിൽ ജില്ലാ സെഷൻസ് ജഡ്ജാണ് അന്വേഷണം നടത്തിയത്. മരട് വെടിക്കെട്ടിന് സിംഗിൾ ബെഞ്ച് അനുമതി നിഷേധിച്ചതിനെതിരെ കൊട്ടാരം ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച്. ആചാരത്തിന്റെ ഭാഗമായി വെടിക്കെട്ടിന് അനുമതി നൽകണമെന്നാണ് ആവശ്യം. K. സുരേന്ദ്രന്റെ കേരള പദയാത്ര ഇന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തും. രാവിലെ 9:30 കുത്താമ്പുള്ളി തൊഴിലാളികളുടെ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കും. കുന്നംകുളത്തുനിന്ന് ആരംഭിക്കുന്ന പദയാത്ര പെരുമ്പിലാവിൽ സമാപിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അലക്സി നവൽനിയുടെ മൃതദേഹം വിട്ടുനൽകണമെന്ന് പുടിനോട് ആവശ്യപ്പെട്ട് മാതാവ് ലുഡ്മിയ നവൽനിയ. ആർട്ടിക് ധ്രുവത്തിലെ പീനൽ കോളനി ജയിലിന് മുന്നിൽ ചിത്രീകരിച്ച വീഡിയോ പുറത്ത്. നവൽനിയുടെ ഭാര്യ യൂലിയ പുറത്തിറക്കിയ വീഡിയോ കണ്ടിട്ടില്ലെന്ന് ക്രെംലിൻ. യൂലിയയുടെ X അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തു. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള UN പ്രമേയം വീറ്റോ ചെയ്ത് അമേരിക്ക. അൾജീരിയയാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയത്തെ പിന്തുണച്ച് 13 രാജ്യങ്ങൾ. ബ്രിട്ടൻ വിട്ടുനിന്നു. റഫേലെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും അമേരിക്ക.
കമൽഹാസന്റെ മക്കൾ നീതി മയ്യം 7ാം വാർഷിക സമ്മേളനം ഇന്ന്. ചെന്നൈ ആൾവാർപേട്ടിലെ പാർട്ടി ആസ്ഥാനത്ത് രാവിലെ 10 മണിക്കാണ് പരിപാടി. DMK-യുമായി ചർച്ചകൾ തുടരുന്നതിനിടെയാണ് വാർഷികാഘോഷം. സഖ്യസാധ്യത സംബന്ധിച്ച പ്രഖ്യാപനം വാർഷിക പരിപാടിയിൽ ഉണ്ടാകുമെന്നും സൂചന. കേരളത്തിലെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം പാലോട് ഇളവട്ടത്ത് കരടിയിറങ്ങി. പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ്. CCTV ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം. വയനാട് ചുണ്ട ടൗണിൽ കാട്ടുപോത്തിറങ്ങി. കാട്ടുപോത്തിനെ കണ്ടത് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ. കുറച്ചു സമയം റോഡിൽ നിലയുറപ്പിച്ച കാട്ടുപോത്ത് സമീപത്തെ തോട്ടത്തിലേക്ക് കയറിപ്പോയി. അട്ടപ്പാടി ആനക്കട്ടി വട്ടലക്കിയിൽ ഭീതി വിതച്ച കൊമ്പനെ കാടുകയറ്റി. 2 മണിക്കൂറോളം ജനവാസ മേഖലയിൽ തുടർന്ന കൊമ്പനെ RRT സംഘവും നാട്ടുകാരും ചേർന്ന് തുരത്തുകയായിരുന്നു. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം തുറന്നു. തിരുവനന്തപുരം പാർവതി പുത്തനാറിന് കുറുകെയാണ് സ്റ്റീലിൽ നിർമ്മിച്ച ലിഫ്റ്റ് പാലം. ബോട്ട് കടന്നു പോകുമ്പോൾ ഉയർത്താനും താഴ്ത്താനും കഴിയുന്ന പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറും. കൊടിയേറ്റത്തിന് മുന്നോടിയായി ആനയില്ല ശീവേലിയും ആനയോട്ടവും ഉണ്ടാകും. 10 ആനകൾ ആനയോട്ടത്തിന്റെ ഭാഗമാകും. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കൊല്ലം ചിറ്റുമല സബ്സ്റ്റേഷന്റെ നിർമ്മാണ തടസ്സങ്ങൾ നീങ്ങുന്നു. KSEB സബ്സ്റ്റേഷൻ നിർമ്മാണത്തിനായി 12.7 കോടി രൂപ എസ്റ്റിമേറ്റ് വരുന്ന പദ്ധതി രൂപരേഖ സമർപ്പിച്ചു. ബോർഡിൽ നിന്ന് അനുമതി ലഭിച്ചാൽ ഉടൻ നിർമ്മാണം തുടങ്ങും. കൊല്ലം പരവൂർ കായൽ തുരുത്തുകളിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. അപകട മുന്നറിയിപ്പ് നൽകാൻ സൗകര്യമില്ല. സഞ്ചാരികൾ കായലിലൂടെ തുരുത്തുകളിലേക്ക് എത്തുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കൂടാതെ ട്രാൻസ് കത്തീറ്റർ അയോർട്ടിക് വാൽവ് ഇംപ്ലാന്റേഷനിലൂടെ ഹൃദയവാൽവ് മാറ്റിവെച്ചു. കേരളത്തിൽ കഴുത്തിലൂടെ ഹൃദയവാൽവ് മാറ്റിവെക്കുന്ന 2ാമത്തെ കേസാണിത്. തിരുവനന്തപുരം ഇളമ്പ സ്വദേശിനിയായ 66-കാരിയുടെ ആരോഗ്യനില തൃപ്തികരം. കൊല്ലം കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഈ മാസം 26-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട ചെന്നീർക്കര വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തിയാകാത്തതിൽ പ്രതിഷേധം. നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞിട്ട് 3 വർഷമായെങ്കിലും ഓഫീസ് നിർമ്മാണം എങ്ങും എത്തിയില്ല. 48 ലക്ഷം രൂപ ചെലവാക്കി പുതിയ കെട്ടിടം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. പറവൂർ ഏർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും. രാവിലെ 10-ന് ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷ ബീന ശശിധരൻ അധ്യക്ഷയാകും. സൂപ്പർ ടാലന്റ് അവാർഡ് നേടിയ 1 വയസ്സുകാരൻ ലൂക്ക മാത്യൂസ് ലോപ്പസ്. 19 വിഭാഗങ്ങളിലെ 250-ലധികം വസ്തുക്കളെ തിരിച്ചറിഞ്ഞാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. കലാം ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടി. വർക്കല ചെറുന്നിയൂർ മാത്യു ലോപ്പസിന്റെയും രേഷ്മയുടെയും മകനാണ്. അപകടക്കിണിയായി പത്തനംതിട്ട മൈലപ്രയിലെ ഓടയിൽ നിന്ന് ഓടയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ച് 1 വർഷമായിട്ടും ഓട മൂടുന്നതിന് നടപടിയെടുത്തിട്ടില്ലെന്ന് പ്രദേശവാസികൾ. അപകടാവസ്ഥയിലായി ഇടുക്കി കൽക്കൂന്തലിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. 36 വർഷം പഴക്കമുള്ള ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്ന് ആക്ഷേപം. ഇടുക്കി വണ്ടപ്പുറം PHCയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന് പരാതി. രോഗികൾ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ട അവസ്ഥ. താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യവും പരിഗണിച്ചില്ലെന്ന് ആക്ഷേപം. കോഴിക്കോട് കക്കയം തലയാട് റോഡിലെ 27-ാം മൈലിൽ ടൂറിസ്റ്റുകൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം നോക്കുകുത്തിയാകുന്നു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാത്തത് തിരിച്ചടിയായി. അപകടാവസ്ഥയിലായി ഇടുക്കി മണപ്പാടിയിലെ 2 പാലങ്ങൾ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. പാലം തകർന്നാൽ ഇടാട് ഇലപ്പള്ളി പ്രദേശങ്ങൾ ഒറ്റപ്പെടും. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ഡോക്ടർ SK വസന്തന് ഇന്ന് സമർപ്പിക്കും. വൈകിട്ട് 5:30-ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമർപ്പിക്കും. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. നെടുമ്പാശ്ശേരി തിരുവിലാംകുന്ന് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നുവെന്ന് പരാതി. വളർത്തുമൃഗങ്ങളെ തെരുവുനായ ആക്രമിച്ചു കൊല്ലുന്നത് പതിവാകുന്നുവെന്ന് നാട്ടുകാർ. ഭിന്നശേഷിക്കാർക്കായി കുടുംബശ്രീ മാതൃകയിൽ സ്വയം സഹായകമാകുന്ന ഭിന്നശേഷി കൂട്ടായ്മ രൂപീകരിക്കുമെന്ന് മന്ത്രി R. ബിന്ദു. സമ്പൂർണ്ണ ഭിന്നശേഷി ലീഗൽ ഗാർഡിയൻഷിപ്പ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി തൃശൂർ അന്തിക്കാട് ബ്ലോക്ക്.
സംസ്ഥാനത്ത് ജ്വല്ലറികളിലും ആഭരണ നിർമ്മാണശാലകളിലും ലേബർ വകുപ്പിന്റെ മിന്നൽ പരിശോധന. നിരവധി തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. പരിശോധന നടത്തിയത് 119 സ്ഥാപനങ്ങളിൽ. 159 ജീവനക്കാർക്ക് മിനിമം വേതനം ലഭിക്കുന്നില്ലെന്നും കണ്ടെത്തൽ. ന്യൂസിലേക്ക് തിരികെ ഇനി പ്രധാന അറിയിപ്പുകൾ. കോട്ടയം കുറുപ്പന്തറ ഏറ്റുമാനൂർ സ്റ്റേഷനുകൾക്കിടയിലെ 26 നമ്പർ ഗേറ്റ് നാളെ വരെ അടച്ചിടും. വാഹന ഗതാഗതം 25 നമ്പർ ഗേറ്റ് വഴി തിരിച്ചുവിടും. ആലപ്പുഴ ഹരിപ്പാട് കാർത്തികപ്പള്ളി എന്നീ സെക്ഷൻ പരിധിയിൽ വൈദ്യുതി നിയന്ത്രണം. ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങര 66 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ടാണ് നിയന്ത്രണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ ഒഴിവുള്ള ഗ്രാജുവേറ്റ് അപ്രന്റീസ് ട്രെയിനി നിയമനത്തിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഇന്ന്. അഭിമുഖം രാവിലെ 10:30. റീജിയണൽ ക്യാൻസർ സെന്ററിൽ കരാറടിസ്ഥാനത്തിൽ സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മാർച്ച് 2 വരെ അപേക്ഷിക്കാം. അടൂർ സർക്കാർ പോളിടെക്നിക് കോളേജിലെ തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ബ്യൂട്ടീഷ്യൻ ആൻഡ് ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് കോഴ്സ് ഇൻസ്ട്രക്ടർക്ക് അവസരം. അഭിമുഖം ഈ മാസം 26. കൊല്ലം ജില്ലാതല പട്ടയ വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം ഉച്ചയ്ക്ക് 3-ന്. മന്ത്രിമാരായ KN ബാലഗോപാൽ, KV ഗണേഷ് കുമാർ, J ചിഞ്ചുറാണി എന്നിവർ പങ്കെടുക്കും. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ഫിസിയോതെറാപ്പി ട്രെയിനിംഗ് പ്രോഗ്രാമുകളിലെ നിയമനത്തിന് മാർച്ച് 1-ന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. വിശദാംശങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദേശീയ വാർത്തകൾ. മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റായി അബ്ദുള്ള ഷാഹിദിനെ നിയമിച്ചു. മാലദ്വീപ് മുൻ വിദേശകാര്യമന്ത്രിയായിരുന്നു. ഉത്തർപ്രദേശിൽ ട്രക്ക് മറ്റൊരു വാഹനത്തിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം. 3 പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിത്സോതാക്കിസ് ഇന്ത്യയിലെത്തി. റെയ്സിന ഡയലോഗ് 2024 മുഖ്യ അതിഥിയാവും. ഗുജറാത്തിൽ ഇരുമ്പ് കമ്പികൾ നിറച്ച റിക്ഷയിലേക്ക് ബസ് ഇടിച്ചു കയറിയ അപകടം. 8 പേർക്ക് പരിക്ക്. അപകടം ബനസ്കന്തയിൽ. 50 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന 9 ദിന മെഗാ നാവിക അഭ്യാസത്തിന് ആതിഥേയത്വം വഹിച്ച് ഇന്ത്യ. മിലാൻ അഭ്യാസത്തിന്റെ 12ാം പതിപ്പ് ഈ മാസം 23 വരെ ആന്ധ്രാപ്രദേശത്തെ വിശാഖപട്ടണത്ത് നടക്കും. 71ാമത് ലോക സുന്ദരി മത്സരാർത്ഥികൾ ഡൽഹിയിലെത്തി. 120 മത്സരാർത്ഥികളാണ് എത്തിയത്. ഡൽഹി IITയിൽ 2 അക്കാഡമിക് കോംപ്ലക്സുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 260 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. ബീഹാറിലെ ഗോപാൽഗഞ്ചിൽ പ്രതിയെ പിടികൂടാനെത്തിയ പോലീസുകാർക്ക് നേരെ അക്രമി സംഘത്തിന്റെ ആക്രമണം. 2 പോലീസുകാർക്ക് കുത്തേറ്റു. ആക്രമണം കൊലപാതക കേസ് പ്രതിയെ പിടികൂടാൻ എത്തിയപ്പോൾ. ഡൽഹിയിൽ പാർക്കിംഗ് ചാർജ് ഇരട്ടിയാക്കാനുള്ള തീരുമാനം പിൻവലിച്ച് ന്യൂഡൽഹി മുനിസിപ്പൽ കമ്മിറ്റി. കഴിഞ്ഞ നവംബറിലാണ് പാർക്കിംഗ് ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനമായത്. നേപ്പാൾ, ഭൂട്ടാൻ പൗരന്മാർക്ക് ഇന്ത്യൻ സിം കാർഡുകൾക്കുള്ള മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചു കേന്ദ്രം. സിം കണക്ഷൻ എടുക്കുന്നതിന് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് മാത്രം ഹാജരാക്കിയാൽ മതിയാകും. ഹരിയാനയിൽ സൈബർ തട്ടിപ്പ് കേസ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. 4 കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് നടത്തിയ സ്ത്രീയാണ് ഹരിയാന പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. സംഭവം പൂനെയിലേക്ക് ട്രെയിൻ മാർഗം കൊണ്ടുവരുമ്പോൾ. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ 3 കുട്ടികൾ നദിയിൽ മുങ്ങി മരിച്ചു. ഒരാളെ കാണാതായി. തെരച്ചിൽ തുടരുകയാണ്. രാജ്യാന്തര വാർത്തകൾ. ന്യൂറാലിങ്ക് ചിപ്പ് വിജയമെന്ന ഇലോൺ മസ്ക്. ചിന്തയിലൂടെ കമ്പ്യൂട്ടർ മൗസ് ചലിപ്പിക്കാനായെന്ന് അവകാശവാദം. എക്സിലാണ് വിവരം പുറത്തുവിട്ടത്. കഴിഞ്ഞ മെയിലാണ് ബ്രെയിൻ ചിപ്പ് മനുഷ്യനിൽ പരീക്ഷിക്കാൻ ന്യൂറാലിങ്കിന് അനുമതി ലഭിച്ചത്. പ്രവാസി വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസം. ഗൾഫ് രാജ്യങ്ങളിൽ നീറ്റ് പരീക്ഷ എഴുതാൻ സെന്ററുകൾ അനുവദിച്ചു. ഇന്ത്യക്ക് പുറത്ത് അനുവദിച്ചിരിക്കുന്നത് 14 സെന്ററുകൾ. കാലിഫോർണിയയിൽ കനത്ത മഴ. വെള്ളപ്പൊക്ക മുന്നറിയിപ്പിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കാലിഫോർണിയയിൽ നിരവധി റോഡുകൾ അടച്ചതായി ഗതാഗത വകുപ്പ്. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം. 4.2 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ഉടമയടക്കം 9 അതിൽ കുറവോ ജീവനക്കാരുള്ള ചെറുകിട സ്വകാര്യ വാണിജ്യ സ്ഥാപനങ്ങളെ ലെവിയിൽ നിന്ന് ഒഴിവാക്കിയ ഇളവ് 3 വർഷത്തേക്ക് കൂടി നീട്ടി. സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. ഖത്തറിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിയതിൽ 3 പേർ അറസ്റ്റിലായത്. 2 ഡോക്ടേഴ്സും 1 നഴ്സും.
വിക്കിലീഗ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിനെ യുഎസിലേക്ക് നാടുകടത്തുന്നതിൽ തീരുമാനമെടുക്കുന്ന അവസാനഘട്ട വാദം കേൾക്കി തുടങ്ങി. രോഗബാധയെ തുടർന്ന് അസാഞ്ച് കോടതിയിൽ എത്തിയില്ല. അപ്പീൽ പരാജയപ്പെട്ടാൽ അസാഞ്ചിന്റെ നാടുകടത്തൽ ഉടനുണ്ടാകും. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉന്നത ഉപദേഷ്ടാവ് ഇന്ന് ഇസ്രായേലും ഈജിപ്തും സന്ദർശിക്കും. ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമലുമായി കൂടിക്കാഴ്ചയും നടക്കും. GCC രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഒരൊറ്റ വിസയ്ക്കായുള്ള നടപടികൾ പുരോഗമിക്കുന്നു. വിദേശ സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. ന്യൂസിലേക്ക് തിരികെ ബിസിനസ് ന്യൂസ്. ജനപ്രീതി നേടി ഡിജി യാത്ര ആപ്പ്. ഫേസ് സ്കാൻ ബയോമെട്രിക് സാങ്കേതിക വിദ്യയാണ് ഡിജി യാത്ര ഇതുവരെ ഉപയോഗിച്ചത്. നിലവിൽ 1.4 കോടി യാത്രക്കാർ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ. സൊമാറ്റോ ഓഹരികളിൽ റെക്കോർഡ് കുതിപ്പ്. തുടർച്ചയായ മൂന്നാം പാദത്തിൽ സൊമാറ്റോയുടെ ഓഹരി വില 160.65 കോടിയിലെത്തി. ഓസ്ട്രേലിയയിൽ വിദ്യാർത്ഥി വിസ റദ്ദാക്കൽ കൂടുന്നു. 2023 അവസാന 2 പാദങ്ങളിൽ 5-ൽ 1 എന്ന രീതിയിൽ വിദ്യാർത്ഥി വിസകൾ റദ്ദാക്കപ്പെട്ടതായി കണക്കുകൾ. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 6 പൈസ ഉയർന്ന് 82.95 എന്ന നിലയിലെത്തി. വിദേശ ഫണ്ടുകളുടെ സുസ്ഥിരമായ ഒഴുക്ക് ആഭ്യന്തര കറൻസിയിൽ കുത്തനെ നേട്ടമുണ്ടാക്കിയതായാണ് റിപ്പോർട്ട്. ഉത്തർപ്രദേശിൽ ഇലക്ട്രിക് ബസ് പ്ലാന്റിന് തറക്കല്ലിട്ട് അശോക് ലെയ്ലാൻഡ്. അശോക് ലെയ്ലാൻഡിന്റെ രാജ്യത്തെ 7ാമത്തെ വാഹന പ്ലാന്റാണ് ഇത്. തരുൺ ഛബ്രയെ ഇന്ത്യയിൽ കൺട്രി മാനേജറായി നിയമിച്ചതായി നോക്കിയ. അടുത്ത മാസം 31-ന് വിരമിക്കുന്ന സഞ്ജയ് മാലിക്കിന് പകരക്കാരനായാണ് നിയമനം. ഇന്റർനാഷണൽ കോസ്മെറ്റിക് ബ്രാൻഡായ ദ ബോഡി ഷോപ്പ് UK പകുതിയോളം സ്റ്റോറുകൾ അടച്ചുപൂട്ടാനൊരുങ്ങുന്നു. നടപടി തുടർച്ചയായ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന്. സ്പോർട്സ് ന്യൂസ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന് ഇന്ന് ആദ്യ മത്സരം. അസമാണ് എതിരാളികൾ. ഉച്ചയ്ക്ക് 2:30 അരുണാചലിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിലാണ് മത്സരം. പാകിസ്ഥാൻ പ്രീമിയർ ലീഗിൽ ഭർത്താവ് ഷൊയ്ബ് മാലിക്കിനെ പിന്തുണയ്ക്കാൻ എത്തിയ നടി സന ജാവേദിനെ പരിഹസിച്ച് പാക് ആരാധകർ. സാനിയ വിളികളുമായാണ് നടിയെ വരവേറ്റത്. പ്രൈം വോളിബോൾ ലീഗിൽ 2ാം ജയം ലക്ഷ്യമിട്ട് മുംബൈ മെറ്റിയോസും ബംഗളൂരു ടോർപിഡോസും ഇന്നിറങ്ങും. വൈകിട്ട് 6:30 ചെന്നൈയിലാണ് മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റിന് മുന്നോടിയായി ടീമുകൾ ഇന്ന് പരിശീലനത്തിനായി ഇറങ്ങും. 2 മണിക്കൂർ വീതം ഇന്നും നാളെയും ടീമുകൾ പരിശീലിക്കും. IPL-ന് മുന്നോടിയായി പുതിയ സൈനിങ് നടത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളർ ഗസ് അറ്റ്കിൻസണിന് പകരം ശ്രീലങ്കൻ താരം ദുഷ്മന്ത ചമീരിയെ സൈൻ ചെയ്തു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണ ഇന്ന് പ്രീ ക്വാർട്ടർ ആദ്യപാദ മത്സരത്തിനായി ഇറങ്ങും. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ നെപ്പോളിയാണ് എതിരാളികൾ. AFC ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ഇന്നിറങ്ങും. അൽ ഫെയ്ക്കയ്ക്കെതിരായ പ്രീ ക്വാർട്ടർ 2ാം പാദം രാത്രി 11:30 നടക്കും. പരിശീലകൻ ഗന്നാരോ ഗട്ടൂസോയെ പുറത്താക്കി ഫ്രഞ്ച് ക്ലബ് ഒളിമ്പിക് മാർസേ. അവസാന 7 കളിയിലും ജയിക്കാൻ പറ്റാതെ വന്നതോടെയാണ് ഗട്ടൂസോയെ പുറത്താക്കിയത്. അഫ്ഗാൻ സ്പിന്നർ നൂർ അഹമ്മദിനെ ഇന്റർനാഷണൽ ലീഗിൽ നിന്ന് വിലക്കി. 1 വർഷത്തേക്കാണ് വിലക്ക്. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്കും അനുഷ്ക ശർമ്മയ്ക്കും 2ാമത്തെ കുഞ്ഞു പിറന്നു. ആൺകുഞ്ഞിന് അക്കായ് എന്ന് പേരിട്ടതായി താരദമ്പതികൾ അറിയിച്ചു. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിലെ ട്രാവൽ സോങ് നെബുലകൾ വീഡിയോ സോങ് പുറത്ത്. സുഷിൻ ശ്യാം സംഗീതം നിർവഹിച്ചിരിക്കുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് പ്രദീപ് കുമാറാണ്. വിനീത് ശ്രീനിവാസൻ നായകനായി എത്തുന്ന ചിത്രം ഒരു ജാതി ജാതകത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തിറങ്ങും. M. മോഹനൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നിഖില വിമലാണ് നായികയായെത്തുന്നത്. പുതിയ സിനിമ പ്രഖ്യാപിച്ച് അഞ്ജലി മേനൻ. തമിഴിലാണ് അഞ്ജലി അടുത്ത ചിത്രം ഒരുക്കുന്നത്. ചിത്രത്തിന്റെ നിർമ്മാണം KRG സ്റ്റുഡിയോയാണ്. ഹക്കിം ഷാജഹാൻ നായകനാകുന്ന കടകന്റെ ട്രെയിലർ പുറത്ത്. ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് സജിൽ മമ്പാടാണ്. ഗോധ്ര ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി റഫീഖ് ഹുസൈൻ ബട്ടൂക്കിന്റേത് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചിത്രം വ്യാപകമായി പ്രചരിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രചരിക്കുന്ന ചിത്രത്തിലുള്ളത് ഗോധ്ര ട്രെയിൻ തീവെപ്പ് കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന RC കൊടേക്കറാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. മലപ്പുറം നിലമ്പൂരിൽ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊന്ന് ഇറച്ചി കടത്തിയ കേസിൽ 4 പേർ അറസ്റ്റിൽ. ഇന്നലെ രാത്രിയാണ് പ്രതികളെ വനംവകുപ്പ് പിടികൂടിയത്. സംഭവം 1 മാസം മുൻപ്.
പാലക്കാട് ചെർപ്പുളശ്ശേരി മീൻ മാർക്കറ്റിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 75 കിലോഗ്രാം പഴകിയ മീൻ പിടികൂടി. ബോളിവുഡ് നടി വിദ്യാ ബാലന്റെ പേരിൽ ഇൻസ്റ്റഗ്രാമിൽ വ്യാജ അക്കൗണ്ട്, വ്യാജ ID ഉപയോഗിച്ച് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്നതായി പരാതി. പോലീസ് കേസെടുത്തു. ബീഹാറിലെ ലഖിസരായിൽ ഓട്ടോറിക്ഷയും ട്രക്കും കൂട്ടിയിടിച്ച് അപകടം. 8 പേർ മരിച്ചു. പാകിസ്ഥാനിൽ സർക്കാർ രൂപീകരിക്കാൻ ധാരണ. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും PMLN-ഉം ധാരണയിലെത്തി. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഷഹബാസ് ഷെരീഫിനെ പിന്തുണയ്ക്കുന്നതായി ബിലാവൽ ഭൂട്ടോ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന UDF രാപ്പകൽ സമരം ഇന്ന് അവസാനിക്കും. ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച സമരമാണ് ഇന്ന് സമാപിക്കുക. കൊച്ചിയിൽ സൊമാറ്റോ ഫുഡ് ഡെലിവറി ബോയ്ക്ക് പെട്രോൾ പമ്പ് ജീവനക്കാരുടെ ക്രൂരമർദ്ദനം. പാതാളം കുറ്റിക്കാട്ടുകര സ്വദേശി M മഹേഷിനാണ് പരിക്കേറ്റത്. പെട്രോൾ നിറച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം. ഇടുക്കി BL റാമിൽ കാട്ടാന ശല്യം രൂക്ഷം. മുറിവാളൻ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാകുന്നുവെന്ന് നാട്ടുകാർ. വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടണം എന്നും ആവശ്യം. ഹൺഡ്രഡ് ന്യൂസ് പൂർത്തിയാവുന്നു. മോർണിംഗ് ഷോ തുടരുകയാണ്. ബാക്ക് ടു SK.